വെൽക്കം ടു വൺസ് കോച്ചിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ്റെ സെഷൻ 2 ആണ്. നമ്മൾ സെഷൻ 1 ചെയ്ത് കഴിഞ്ഞാണ്, അതിൽ നമ്മൾ അറൗണ്ട് 20 ക്വസ്റ്റ്യൻസ് ചെയ്താണ്. അപ്പോൾ സെഷൻ 1 കാണാത്തവർ അത് കാണുക. നമുക്ക് സെഷൻ 2ലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if a DC motor is connected across the AC supply, it will option A run at normal speed, option B not run, C run at lower speed, option D burn due to heat produced in the field winding by eddy currents. Suppose നമ്മൾ DC മോട്ടറിനെ ഒരു AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അതിൽ AC കറണ്ട് വൈൻഡിങ്സിലെല്ലാം ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ആവും? എഡ്ഡി കറണ്ട്സ് ഡെവലപ്പ് ആവും. ഈ എഡ്ഡി കറണ്ട്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാകും? ഹീറ്റ് ലോസ് ഉണ്ട്. അതിന് ഹീറ്റ് കൂടി വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ബേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി, ബേൺ ഡ്യൂ ടു ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ് ബൈ എഡ്ഡി കറണ്ട്സ്. Next question: DC motor would be preferred for conveyors. Option A series motor, B shunt motor, C differentially compound motor, option D cumulatively compound motor. നമുക്ക് കൺവേഴ്സ് വേണ്ട മോട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടർ ആയിരിക്കണം. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടർ ഏതായിരിക്കും? സീരീസ് മോട്ടറിനാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ളത്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ എ, സീരീസ് മോട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: what Leonard system of DC motor speed control is not recommended for? Option A very low speed, option B frequent motor intervals, option C constant speed operation, option D wide speed range. നമുക്കറിയാം വാട്ട് ലിയോണാർഡ് സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഫോർ ദ സ്പീഡ് കൺട്രോൾ ബിലോ ദ റേറ്റഡ് സ്പീഡ്. അപ്പോൾ നമുക്ക് ബിലോ ദ റേറ്റഡ് സ്പീഡിനാണ് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? നമുക്കിത് ഉപയോഗിക്കേണ്ടാത്തത്. ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ദ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓപ്പറേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ: among the following generator, which one has poorest regulation? Option A series, option B shunt, option C long shunt, and option D short shunt. ഏതായിരിക്കും വരുന്നത് poorest regulation? ഏറ്റവും കൂടുതൽ നമുക്ക് പൂറസ്റ്റ് റെഗുലേഷൻ ഉള്ളത് സീരീസ് മോട്ടറിനാണ്. എന്തായിരിക്കും അതിന് റീസൺ? നമുക്കറിയാം സീരീസ് മോട്ടറിനെ നമുക്ക് നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, സീരീസ് മോട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: for stable parallel operation, shunt generators are more suitable because their voltage characteristics. നമുക്ക് ഷണ്ട് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. അതെങ്ങനെയാണ്? ഇതാണ് നോ ലോഡ് ഇഎംഎഫെങ്കിൽ നമുക്കറിയാം ഇത് റേറ്റഡ് വോൾട്ടേജ്. ഇതാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നറിയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ ഡ്രൂപ്പിംഗ്, ഓപ്ഷൻ ബി ലീനിയർ, ഓപ്ഷൻ സി റൈസിംഗ്, ഓപ്ഷൻ ഡി ഐഡൻറ്റിക്കൽ. അപ്പോൾ എങ്ങനെയായിരിക്കും? ഏതായിരിക്കും ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് വിൽ ബി ഓൾവേസ് എ ഡ്രൂപ്പിംഗ് ക്യാരക്ടർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡ്രൂപ്പിംഗ്. നെക്സ്റ്റ് വൺ: which winding will provide the higher EMF for a DC generator when the number of poles and number of armature conductors is fixed? Option A wave winding, option B lap winding, option C depends on other features of design, option D either of A or B. നമുക്ക് നോക്കാം. EMF equation of generator എന്താണ്? E is equal to 5Zn/60 into P by A. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പോൾസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് സെഡ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും ഹയർ EMF പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഏതൊക്കെയാണ് വൈൻഡിങ്സ് ഉള്ളത്? വേവ് വൈൻഡിങ് ഉണ്ട്, ലാപ്പ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ വേവ് വൈൻഡിങ് ആണെങ്കിൽ എയുടെ വാല്യൂ എന്താ? A equal to 2. ലാപ്പ് വൈൻഡിങ് ആണെങ്കിലോ A equal to P. വേവ് ആണെങ്കിൽ A equal to 2, ലാപ്പ് ആണെങ്കിൽ A equal to P. അപ്പോൾ ഏതിനായിരിക്കും നമുക്ക് കുറവ് വരുന്നത്? EMF കുറവ് വരുന്നത്? ഇതും ക്യാൻസലായി പോവും. ഏതിനായിരിക്കും EMF കുറവ് വരുന്നത്? EMF ഇത് ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ ഇതും ക്യാൻസലായി പോവും. നമുക്ക് 5Zn/60 ആയിരിക്കും. വേവ് വൈൻഡിങ് ആണെങ്കിലോ
5Zn into P/60/2 ഇതായിരിക്കും. അപ്പോൾ നമുക്ക് EMF കൂടുതൽ വേവ് വൈൻഡിങ്ങിനായിരിക്കും. സോ വിച്ച് വിൽ പ്രൊവൈഡ് ദ ഹയർ EMF? ഏതായിരിക്കും? വേവ് വൈൻഡിങ് വിൽ പ്രൊവൈഡ് ദ ഹയർ EMF. റിലേഷൻ ഇത്രേ ഉള്ളൂ. 5Zn/60 into P/A. E is proportional to 1/A. എയുടെ വാല്യൂ കൂടുതൽ ഏതാണ് വരുന്നത്? ലാപ്പ് വൈൻഡിങ്ങിനാണ്. അപ്പോൾ കൂടുതൽ EMF വരുന്നത് ഏതിനായിരിക്കും? വേവ് വൈൻഡിങ്ങിനായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിംഗിൾ ഫേസ് മോട്ടർ ഓപ്ഷൻ എ requires only one winding. B can rotate in one direction only. C not self-starting. D is self-starting. എന്താണ് സിംഗിൾ ഫേസ് മോട്ടർ? സിംഗിൾ ഫേസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫേസ് ഉള്ള മോട്ടറിന് നമ്മൾ ഇൻപുട്ട് കറണ്ട് കൊടുത്താൽ അവിടെ എന്തുണ്ടാവില്ല? റിവോൾവിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകില്ല. റിവോൾവിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ട് 2 വൈൻഡിങ്സ് കൊടുക്കുന്നത്. ഡബിൾ റിവോൾവിംഗ് തിയറി പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതിനെന്താണ്? നമ്മൾ 2 ഫേസ് ആക്കി മാറ്റി കഴിയുമ്പോൾ അതെന്തായിരിക്കും? അതിലൊരു റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് നമുക്ക് അറിയാം, നമ്മുടെ ഫാനിൽ അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, ഷെയ്ഡഡ് പോൾ, അങ്ങനെയൊക്കെ. അതെല്ലാം സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്താണ്? സെൽഫ് സ്റ്റാർട്ടിങ് ആവാൻ നമ്മൾ 2 ഫേസ് ആക്കി മാറ്റും. അതിൽ മെയിൻ വൈൻഡിങ് ഉണ്ടാവും, ഒരു ഓക്സിലറി വൈൻഡിങ് ഉണ്ടാവും. സ്റ്റാർട്ടായി കഴിയുമ്പോൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈ ഓക്സിലറി വൈൻഡിങ് സിസ്റ്റത്തിൽ നിന്ന് കട്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും? എ സിംഗിൾ ഫേസ് മോട്ടർ ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. അത് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? അതിനെ 2 ഫേസ് ആക്കി മാറ്റും. 2 വൈൻഡിങ്സ് കൊടുക്കും. അതിന് 2 ഫേസ് എന്നുള്ള രീതിയിൽ ഒരു 90 ഡിഗ്രി എപ്പാർട്ടിലായിരിക്കും വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നത്. റൺ ചെയ്ത് കഴിയുമ്പോൾ ആ വൈൻഡിങ് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പോൾ നമുക്ക് ആകെ സർക്യൂട്ടിൽ പിന്നെ മെയിൻ വൈൻഡിങ്ങേ ഉണ്ടാകുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറണ്ട് carried by the damper winding under normal running condition is option A 0, option B high, option C low, option D medium. ഡാമ്പർ വൈൻഡിങ് എന്തായിരുന്നു? ഡാമ്പർ വൈൻഡിങ് നമ്മൾ എന്തിനാണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്? സിങ്ക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് ഡാമ്പർ വൈൻഡിങ്. അപ്പോൾ സിങ്ക്രണസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും? അതായത് സിങ്ക്രണസ് സ്പീഡിൽ റൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ ഡാമ്പർ വൈൻഡിങ്ങിൽ EMF ഒന്നും ഇൻഡ്യൂസ് ആവില്ല. EMF ഒന്നും ഇൻഡ്യൂസ് ആവാതെ ആകുമ്പോൾ അതിലെ കറണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. ജസ്റ്റ് ഫോർ ദ സ്റ്റാർട്ടിംഗ് പർപ്പസ് ആണ് ആര് വയ്ക്കുന്നത്? ഡാമ്പർ വൈൻഡിങ്. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? കറണ്ട് ക്യാരിഡ് ബൈ ദ ഡാമ്പർ വൈൻഡിങ് നോർമൽ കണ്ടീഷൻ ഇറ്റ് വിൽ ബി 0. ആൻസർ ഈസ് ഓപ്ഷൻ A. നെക്സ്റ്റ് വൺ. ഫോർ ആൻ ഓൾട്ടർനേറ്റർ ദ പവർ ഫാക്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ option A speed, option B prime mover, option C excitation, option D load. ഏതായിരിക്കും ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? എന്തായിരുന്നു പവർ ഫാക്ടർ? വോൾട്ടേജും കറണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിളായിരുന്നു പവർ ഫാക്ടർ. അപ്പോൾ ഏതാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ? നമ്മുടെ ലോഡ് ഏതാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓൾട്ടർനേറ്ററിനെ പവർ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മൾ ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ ലാഗിങ് പവർ ഫാക്ടർ, കപ്പാസിറ്റീവ് ലോഡാണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ, റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ. ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഇൻഫൈനൈറ്റ് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അവിടെ ആ പവർ ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സൈറ്റേഷൻ ആണ്. ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കണം. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫാക്ടർ. അതപ്പോൾ ഏതായിരിക്കും? ഇറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ ദ ലോഡ്, ഓപ്ഷൻ ഡി. എന്നാൽ ഇൻഫൈനൈറ്റ് ബസ്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റ് പവർ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ എക്സൈറ്റേഷൻ. അപ്പോൾ നമുക്ക് എക്സൈറ്റേഷൻ ആണോ ലോഡാണെന്ന് കൺഫ്യൂഷൻ വരും. ഈ കേസിൽ ഏതാണ്? ലോഡാണ്. ഇൻഫൈനൈറ്റ് ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സൈറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സിങ്ക്രണസ് മോട്ടർ ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ ഇസ്. എന്തായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ? ഓപ്ഷൻ എ ലെസ് ദാൻ 90 ഡിഗ്രി ഇലക്ട്രിക്കൽ, B 0 degree electrical, option C greater than 90 degree electrical, option D 90 degree electrical. നമുക്കറിയാം നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത് എപ്പോഴായിരിക്കും? സൈൻ ഡെൽറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴാണ്. സൈൻ ഡെൽറ്റ 1 ആകുമ്പോൾ, അതായത് ഡെൽറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്കറിയാം EV/X സൈൻ ഡെൽറ്റ. ഇതാണ് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ. ഇതാകുമ്പോൾ നമുക്ക് മാക്സിമം പവർ കിട്ടും. അപ്പോൾ
ഈ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയ സംഭവിക്കുന്നത് ആ മെഷീൻ്റെ സിങ്ക്രണിസം നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അത് റൺ ചെയ്യില്ല, സിങ്ക്രണിസം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഏതായിരിക്കും വാല്യൂ? ഇറ്റ് വിൽ ബി 90 ഡിഗ്രി ഇലക്ട്രിക്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ഇലക്ട്രിക്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the detent torque in a stepper motor is the option A, minimum of the static torque with the phase winding excited, option B, maximum of the static torque with the phase winding over excited, option C, minimum of the static torque with the phase winding under excited, option D, maximum of the static torque with the phase winding unexcited. എന്താ ഡിറ്റൻ ടോർക്ക് ഇൻ എ സ്റ്റെപ്പർ മോട്ടർ? അതായത് മോട്ടറിനെ എനർജൈസ് ഒന്നും ചെയ്തിട്ടില്ല, വൈൻഡിങ്ങിലേക്ക് നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, എപ്പോഴും അതിനൊരു ടോർക്ക് ഉണ്ടാവും. ആ ഒരു ടോർക്കിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റൻ ടോർക്ക്. അപ്പോൾ എന്താണ്? എനർജൈസ് ചെയ്യാത്തപ്പോൾ സ്റ്റെപ്പർ മോട്ടറിനുള്ള ആ ടോർക്കിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റൻ ടോർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് ദ മാക്സിമം ഓഫ് ദ സ്റ്റാറ്റിക് ടോർക്ക് വിത്ത് ദ ഫേസ് വൈൻഡിങ് അൺഎക്സൈറ്റഡ്. എന്താണ് ഈ ഒരു ഡിറ്റൻ ടോർക്കിനുള്ള റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ റോട്ടർ. ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു ടോർക്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ഫീഡിങ് എ സീറോ പവർ ഫാക്ടർ ലാഗിംഗ് ലോഡ് അറ്റ് എ റേറ്റഡ് കറന്റ്. ദി ആർമേച്ചർ റിയാക്ഷൻ ഈസ് ഓപ്ഷൻ എ മാഗ്നറ്റൈസിംഗ്, ഓപ്ഷൻ ബി ഡീമാഗ്നറ്റൈസിംഗ്, ഓപ്ഷൻ സി ക്രോസ് മാഗ്നറ്റൈസിംഗ്, ഓപ്ഷൻ ഡി ഇൻഎഫക്റ്റീവ്. നമുക്ക് ഏതാണ്? സീറോ പവർ ഫാക്ടർ ലാഗിംഗ് ലോഡാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് നമുക്കറിയാം പ്യുവർലി ഇൻഡക്റ്റീവ് ലോഡാണ്. അതായത് ലാഗിംഗ് ലോഡാണെങ്കിൽ എങ്ങനെയായിരിക്കും ആർമേച്ചർ റിയാക്ഷൻ? അതായത് ആർമേച്ചർ ഫ്ലക്സും മെയിൻ ഫ്ലക്സും എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദ ഒപ്പോസിറ്റ്. ഇത് നമ്മുടെ മെയിൻ ഫ്ലക്സ് ആണ്, OA നമ്മുടെ ആർമേച്ചർ ഫ്ലക്സ് ആണെങ്കിൽ ഇത് രണ്ടും എങ്ങനെയായിരിക്കും? ഒപ്പോസിങ് നേച്ചർ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? റിസൾട്ടൻ ഫ്ലക്സ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി OF മൈനസ് OA അതായിരിക്കും റിസൾട്ടൻ ഫ്ലക്സ്. അതപ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മുടെ ആ റിസൾട്ടൻ ഫ്ലക്സ് കുറവായിരിക്കും. ആ ഫ്ലക്സ് കുറയുമ്പോൾ എന്തായിരിക്കും നേച്ചർ? ഇറ്റ് വിൽ ബി ഡീമാഗ്നറ്റൈസിങ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഡീമാഗ്നറ്റൈസിങ്. അത് ലീഡിങ് ലോഡാണ്, ലീഡിങ് പവർ ഫാക്ടറുള്ള ലോഡാണ്. അത് കപ്പാസിറ്റി ലോഡാണെങ്കിൽ എന്തായിരിക്കും? അതായത് നമ്മുടെ ആർമേച്ചർ ഫ്ലക്സും മെയിൻ ഫ്ലക്സിന് എന്ത് ചെയ്യും? ഏഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? റിസൾട്ടൻ ഫ്ലക്സ് കൂടും. അപ്പോൾ അതെപ്പോഴും എങ്ങനെയായിരിക്കും? അത് മാഗ്നറ്റൈസിങ് ഇൻ നേച്ചറാണ്. യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ അതെപ്പോഴും 90 ഡിഗ്രി ആയിട്ടാണ് ആർമേച്ചർ ഫ്ലക്സും മെയിൻ ഫ്ലക്സും വരുന്നത്. അപ്പോൾ അവരുടെ നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റോർട്ടിങ് ഇൻ നേച്ചർ ആയിരിക്കും. സോ അതപ്പോൾ എന്ത് വരും? യൂണിറ്റി പവർ ഫാക്ടർ ലോഡാണ്. ഇറ്റ് വിൽ ബി ക്രോസ് മാഗ്നറ്റൈസ്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സീറോ പവർ ഫാക്ടർ ലാഗിംഗ് ലോഡാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡീമാഗ്നറ്റൈസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബാക്ക് EMF ഓഫ് എ DC motor vanishes suddenly? Option A, the motor will stop. Option B, the motor will continue to run. Option C, the armature may burn. Option D, the motor will run noisily. നമുക്ക് ഏതാണ് ബാക്ക് EMF ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും നമുക്ക് ബാക്ക് EMF ഒക്കെ വരുന്ന ഇക്വേഷൻ? നമുക്ക് നോക്കാം. കറണ്ട് IA ഈക്വൽ ടു V മൈനസ് EB ബൈ RA. ഇത് മോട്ടറിൽ വരുന്ന ഇക്വേഷനാണ്. ബാക്ക് EMFും കറണ്ടും ടെർമിനൽ വോൾട്ടേജ് ഒക്കെ തമ്മിൽ വരുന്ന റിലേഷനാണ്. ഇവിടെ നമുക്ക് ഈ ബാക്ക് EMF EB ആണ് സീറോ ആകുന്നതെന്ന് പറയുന്നത്. ബാക്ക് EMF EB സീറോ ആയാൽ എന്ത് സംഭവിക്കും? ഈ V മൈനസ് RA ആണ് കറണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ V മൈനസ് RA ഇതപ്പോൾ എന്തായിരിക്കും? ഈ കറണ്ട് IA അത് വെരി ഹൈ വാല്യൂ ആയിരിക്കും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ ആർമേച്ചർ മേ ബേൺ. അപ്പോൾ സോ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി, ദ ആർമേച്ചർ മേ ബേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഹാവിംഗ് എ സെൻഡിങ് എൻഡ് വോൾട്ടേജ് V for a fixed value of complex power flow, the real loss will be proportional to option A V, option B V square, option C 1 by V, option D 1 by V square. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കോംപ്ലക്സ് പവർ? കോംപ്ലക്സ് പവർ ഫിക്സ്ഡ് ആണെങ്കിൽ റിയൽ പവർ ലോസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് പവർ നമുക്ക് എങ്ങനെ എഴുതാം? S ഈക്വൽ ടു
P plus JQ. ഇതിനെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോർമുല എഴുതിയാൽ ഇങ്ങനെ വരും VA e raised to J5. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് I എഴുതാം. I equal to S/V e raised to J5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പവർ ലോസ് ആണ്. പവർ ലോസ് എന്ന് പറഞ്ഞാൽ P equal to എന്ത് വരും? പവർ ലോസ് ഈക്വൽ ടു I² R എന്ന് വരും. I² R. I² നമ്മളോട് I കണ്ടുപിടിച്ചു. S/V e raised to J5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V e raised to J5 all square into R. നമ്മളോട് ഇവിടെ റിലേഷൻ ചോദിച്ചിരിക്കുന്നത് ഇതുമായിട്ടാണ്, പവർ ലോസും വിയും തമ്മിലാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എഴുതിയാൽ S² V² e raised to J5 into R. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? V². അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? പവർ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V². അപ്പോൾ നമ്മുടെ ആൻസർ ഇത് വരും ഓപ്ഷൻ ഡി 1/V². സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് എഴുതിയാൽ മതി. എന്താ കോംപ്ലക്സ് പവർ? P plus JQ. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു VI e raised to J5 എന്ന് എഴുതി. അപ്പോൾ അതിനകത്ത് നമ്മൾ കറണ്ട് I ഈക്വൽ ടു ആ കോംപ്ലക്സ് പവറിൻ്റെ ഫോർമാറ്റിൽ എഴുതി S/V e raised to J5. നമുക്ക് വേണ്ടത് ഈ V ആണ്. അപ്പോൾ നമുക്ക് പവർ ലോസ് അറിയാം, I² R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നോക്കുമ്പോൾ റിലേഷൻ കിട്ടും. P loss is proportional to 1/T². Next question. The short, medium and long transmission line is primarily based on the concept of short, medium, long. അതായത് പേര് തന്നെ അറിയാം, it is based on the എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ ലൈൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. A physical length of line, B wave length of line, C nominal voltage of line, D power transmitted over line. എന്തായിരിക്കും? It is ഓപ്ഷൻ എ ഫിസിക്കൽ ലെങ്ത് ഓഫ് ദ ലൈൻ. ജസ്റ്റ് ആ ലെങ്ത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷോർട്ട്, മീഡിയം, ലോങ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലോഡ് ഫ്ലോ അനാലിസിസ് ദ ലോഡ് കണക്റ്റഡ് അറ്റ് എ ബസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഓപ്ഷൻ എ കോൺസ്റ്റന്റ് കറന്റ് ഡ്രോൺ ഫ്രം ദ ബസ്, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഡ്രോൺ ഫ്രം ദ ബസ്, ഓപ്ഷൻ സി കോൺസ്റ്റന്റ് ഇംപിഡൻസ് കണക്റ്റഡ് അറ്റ് ദ ബസ്, ഓപ്ഷൻ ഡി വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് സോഴ്സ് അറ്റ് ദ ബസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ലോഡ് ഫ്ലോ അനാലിസിസിൽ ലോഡ് കണക്റ്റഡ് അറ്റ് എ ബസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇതിൽ നമ്മൾ 3 ടൈപ്പ് ബസ് പഠിക്കുന്നുണ്ട്. സ്ലാക്ക് ബസ്, PQ ബസ്, PV ബസ്. നമ്മളിവിടെ ഏതാണ്? ലോഡ് ബസ്. ലോഡ് ബസ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് PQ ബസ്. PQ ബസ് ഇതെന്താണ് നമുക്ക് വരുന്നത്? ഇറ്റ് ഈസ് ദ പവർ അബ്സോർബ്ഡ്. ലോഡ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ അബ്സോർബ്ഡ് എത്രയാണെന്നാണ് നമുക്ക് ലോഡ് ബസ് തരുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് പിയും ക്യൂവും. പി എന്ന് പറയുന്നത് റിയൽ പവർ, ക്യൂ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും? ആൻസർ വിൽ ബി ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഡ്രോൺ ഫ്രം ദ ബസ്. നമുക്ക് ലോഡ് PQ ബസ് ആണ്. ഇനി ജനറേറ്റർ ബസ് ഉണ്ട്, അതേതായിരിക്കും? PV ബസ്. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകരുത്. ലോഡ് ബസ് എന്ന് പറഞ്ഞാൽ PQ ബസ്, ജനറേറ്റർ PV ബസ്സാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, PQ എന്ന് പറയുമ്പോൾ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ. അത് എത്രയാണോ ആ ഇതിൽ വലിക്കുന്നത് അതാണ് നമുക്ക് ലോഡ് ബസ് തരുന്നത്. സോ കോൺസ്റ്റന്റ് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഡ്രോൺ ഫ്രം ദ ബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a thermal power plant, the pressure in the working fluid cycle is developed by option A turbine, option B superheater, option C feed water pump, option D condenser. നമുക്ക് thermal power പ്ലാന്റിൽ നമുക്ക് എങ്ങനെയാണ് ആ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ നമുക്ക് കൂട്ടാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ടർബൈൻ, ഓപ്ഷൻ ബി സൂപ്പർ ഹീറ്റർ, ഓപ്ഷൻ സി ഫീഡ് വാട്ടർ പമ്പ്, ഓപ്ഷൻ ഡി കണ്ടൻസർ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഫീഡ് വാട്ടർ പമ്പ്. അതാണ് നമുക്ക് വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂട്ടുന്നത്. നെക്സ്റ്റ് വൺ. Advantage of using bundle conductors in transmission line is to option A reduce sag, option B increase mechanical strength of the line, option C reduce corona, option D all of this. നമ്മൾ എന്താണ് ബണ്ടിൽ കണ്ടക്ടേഴ്സ്? അതായത് ഒരു കണ്ടക്ടറിന് പകരം ഒരു പെർ ഫേസിൽ നമ്മൾ ഒരു കണ്ടക്ടറിന് പകരം മോർ ദാൻ വൺ കണ്ടക്ടർ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബണ്ടിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ബണ്ടിൽ കണ്ടക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ വരുമ്പോൾ ഒരു
കണ്ടക്ടറിൽ കൂടെ തന്നെ ആ ഹൈ വോൾട്ടേജ് ഫ്ലോ ചെയ്താൽ അവിടെ നമുക്ക് കൊറോണ ലോസ് ഉണ്ടാകും. അതായത് കൊറോണ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോൾട്ടേജിൽ ഇത് കാരണം അതിന് ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ബേൺ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് വോൾട്ടേജ് ഗ്രേഡിയൻറ്റ് കണ്ടക്ടറിൽ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടുമ്പോഴാണ് ഈ കൊറോണ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒറ്റ ലൈനിൽ കൂടെ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാതെ 1-2 കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫേസിൽ 1-2 കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് വോൾട്ടേജ് ഗ്രേഡിയൻ്റ് എന്താവും, കുറയും. നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്താണ് കൊറോണയുടെ എഫക്റ്റ് കുറയും. അപ്പോൾ മെയിൻ കൺസേൺ എന്താണ് ബണ്ടിൽ കണ്ടക്ടേഴ്സിന്, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് കൊറോണ. Next question. The major factor in the insulation strength of an extra high voltage transmission line is option A, corona, option B, switching over voltages, option C, harmonics, option D, load power factor. നമ്മൾ ഇൻസുലേഷൻ സ്ട്രെങ്ത് എക്സ്ട്രാ ഹൈ വോൾട്ടേജിൻ്റെ ഇൻസുലേഷൻ സ്ട്രെങ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെയുള്ള നമ്മുടെ പ്രൈമറി കൺസേൺ എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്. ഇൻസുലേഷൻ ആ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്, അതായത് നമ്മൾ പെട്ടെന്നുള്ള സ്വിച്ചിങ് ആ സമയത്ത് ഉണ്ടാകുന്ന ആ വോൾട്ടേജ് ഹൈക്ക് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇൻസുലേഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്വിച്ചിങ് ഓവർ വോൾട്ടേജസ്. Next question. If E is the electrical intensity, del of del cross E is equal to option A, E, option B, modulus of E, C, 0, option D, null vector. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഇതൊന്നും നമുക്കറിയാം, ഡെൽ ഓഫ് ഡെൽ ക്രോസ് ഇ ഇങ്ങനെ എടുത്താൽ എന്തായിരിക്കും ഓൾവേസ് ആൻസർ വിൽ ബി 0. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ അറൗണ്ട് 20 ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സെഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെയും കാണും. അപ്പോൾ ഫസ്റ്റ് സെഷൻ കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ, താങ്ക് യു.